പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ശമ്പളം വാങ്ങുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പരിധിവരെ ഇത് ശരിയാണ്, പക്ഷേ പൂർണ്ണമായും ശരിയല്ല. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ പോലും നികുതി നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിയമം അറിയാത്തത് ഒരു എക്സ്ക്യൂസ് അല്ല. ഇന്ന് പ്രവാസികൾക്കുള്ള നികുതി നിയമങ്ങൾ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നികുതി നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കാരണം പലപ്പോഴും പലരും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് വരുമ്പോഴാണ് ഞെട്ടുന്നത്. നാട്ടിലുള്ള വീടിന്റെ വാടക, ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന പലിശ, സ്ഥലം വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം, ഇതെല്ലാം നികുതിക്ക് വിധേയമാണെന്ന് പലർക്കും അറിയില്ല. കൃത്യസമയത്ത് നമ്മൾ നികുതി അടച്ചില്ല എങ്കിൽ അത് വലിയ പിഴയ്ക്കും നിയമ നടപടിക്കും കാരണമായേക്കാം. സമാധാനപരമായ പ്രവാസ ജീവിതത്തിൽ അത്തരം തലവേദനകൾ ഒഴിവാക്കാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു പ്രവാസിയുടെ നികുതി ബാധ്യത തീരുമാനിക്കുന്നത് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചാണ്. അപ്പോൾ ആരാണ് ഒരു NRI എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നിങ്ങളെ ഒരു NRI ആയി കണക്കാക്കും. ഇതിനൊക്കെയാണ് ഇന്ത്യയിൽ നികുതി നൽകേണ്ടത്. ഒരു നിങ്ങളൊരു NRI ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിദേശ വരുമാനത്തിന് ഇന്ത്യയിൽ നികുതി നൽകേണ്ട ആവശ്യമില്ല. അതായത് ഗൾഫിൽ കിട്ടുന്ന നിങ്ങളുടെ ശമ്പളത്തിന് ഇന്ത്യയിൽ ടാക്സ് ഇല്ല എന്ന്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനങ്ങൾക്കും നിങ്ങൾ നികുതി നൽകണം. അപ്പോൾ അത്തരത്തിലുള്ള വരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാട്ടിലെ നിങ്ങളുടെ ഏതെങ്കിലും വസ്തുക്കൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതുപോലെ നിങ്ങളുടെ NRO അക്കൗണ്ടിൽ ഉള്ള തുകയ്ക്ക് പലിശ കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള നികുതി അടയ്ക്കണം. ഇന്ത്യയിലെ മറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റുകളിലെ പലിശയ്ക്ക് നികുതി അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ സ്ഥലം വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭം, ഇതിനൊക്കെ നികുതി അടയ്ക്കേണ്ടതുണ്ട്. അതേപോലെ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം, അതിനും നിങ്ങൾ നികുതി അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സഹായം തേടുന്നത് ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ, നിങ്ങളൊരു പ്രവാസി ആണെങ്കിലും ഇന്ത്യയിൽ നിങ്ങൾക്ക് വരുമാന സ്രോതസ്സുണ്ടെങ്കിൽ നികുതി നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ബോധവാനായിരിക്കണം. നിങ്ങളുടെ NRO അക്കൗണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കുക. സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിദഗ്ധൻ്റെ സഹായം തേടുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും വരുമാന സ്രോതസ്സുണ്ടോ? നികുതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നാളെ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ നിലവിലുള്ള വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്.